ഹലോ 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 ഹലോ. സൗണ്ട് ഓക്കെ ആണോ ഒന്ന് പറയോ? സൗണ്ട് ഓക്കെ ആണോ എന്നൊന്ന് പറയോ? അല്ല, ഇന്നലെ വ്ളോഗ് ഇട്ട് മുങ്ങിയതല്ല. ഇന്നലെ പിന്നെ മൊത്തത്തില് ഇന്നലെ ഞാൻ പറഞ്ഞ ലൈവ് ചെയ്തിട്ടില്ലല്ലോ. ഇന്നലെ കളിയായിരുന്നടാ, പോർച്ചുഗലിന്റെ കളി. അത് കണ്ട് ഇതായി പോയി. എന്റെ മോനെ 5 ഗോള് മനസ്സിലായ കംബാക്ക് റിയൽ ബെസ്റ്റഡാ. അവൻ ഒരാൾക്കും തൊടാൻ പറ്റൂല, അതാണ് ഇൻഡിപെൻഡന്റ്. തേങ്ങാ കൊല്ല നീയൊന്നും ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല, മനസ്സിലായ. ബ്രോ ഒരു ഹായ് തരാവോ? എക്സ് സന്ദീപ്, ഹായ് ബ്രദർ. ഇത് വന്ന് സ്റ്റോറി ഇടണോ? ഒരു മിനിറ്റ് എന്നാ. എന്തിനാ, നമുക്ക് ഉള്ള ആൾക്കാർ പോരെ, സ്റ്റോറി വേണോ? സ്റ്റോറി വേണ്ട കൈസ്. യൂട്യൂബിലാണെങ്കിൽ നമുക്ക് സ്റ്റോറി ഇട്ട ആളെ കയറ്റാം. നമുക്ക് ഇക്കല് ഇത് മതി, മനസ്സിലാ. അപ്പൊ സമാധാനമായിട്ട് പോവാ. നമുക്ക് കയ്യിലായി ഇടങ്ങാറെടുക്കാൻ വേണ്ടി ഇതാകുമ്പോ സമാധാനമുണ്ട്. മറ്റേ കുറേ തീട്ടക്കണ്ടികളെല്ലാം വന്നുകള്, മനസ്സിലാ. മോഡാക്കാൻ പറ്റി. ഞാൻ ഇതേപോലെ ഒരു 3-4 എണ്ണത്തിനെ പിടിച്ച് ഞാൻ മോഡാക്കിയിട്ടുണ്ട്. ഇവര് ഇത് എന്താ ഇത്? ഓക്കെ, ലെറ്റ്സ് ഗോ.
Let's go DC. കരച്ചിട്ട് കാണുമ്പോ തന്നെ മുഖത്തൊരു കുത്തു കൊടുക്കാൻ തോന്നില്ലേ? സംഭവം റിയൽ ആയിട്ട് കരഞ്ഞത്, പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവൂല. TJP പാർട്ടിയുടെ കൂടെ അനൂഷ് ചേർന്നു. അനൂഷ് ഷമീറിന് ഒരു വെല്ലുവിളി. അനൂഷ് ആരാ? നീ നായിന്റെ മോന്. ഇത് ഏതാ ഈ അനൂഷ്? പുണ്ടച്ചി മോൻ. കുറെ നാളായി ലിവാനിൽ ഒരു പാട്ട് ഇറക്കിയത്. പോരാട്ടം. ഷമീർ ദി ബീസ്റ്റ്, അനൂഷ് ദി വൈപ്പർ. മെയിൻ ഇവന്റ് 2024 തിരുവനന്തപുരം November 16. ഏതാ നീ അനൂഷ്? ഏതാ നീ നായി? എന്താ MRC സ്നാപ്സോ? ഇതാരതാ? അറിയില്ല. ഷമീർ കിക്ക് ഡിലീറ്റ് ആയിപ്പോലെ. ഈ ചാനൽ ലൈവ് ഉണ്ട്. ചാനൽ നെയിം MRC സ്നാപ്സ്. വേണ്ട, അതിപ്പോ പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. തവളയോ? ഇതെന്ത് മയില്? ഇതെന്താണ് നെറ്റ്? ഓ, ഏത് കംബാക്കണ മുത്ത. ഞാനൊരു കാര്യം പറയല മുത്ത. കപ്പ് അത് നമ്മൾ തൂക്കും, മനസ്സിലാ? കളിയാക്കി അവര് ഇതാക്കിയവരിൽ ആടെ ഇരിക്കും. കപ്പ് നമ്മള് തൂക്കും. കണ്ടോ? ഞാൻ പറയുന്നില്ല, വെറുതെ തൂറും. നിന്റെ ഉപ്പ തൂറും. പോടാ മൈര്യ. കാണാ കളി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വർത്താനം പറയാം. ഓക്കെ? इंडियन ब्रदर भारत भाई, हैप्पी रमजान आशंसा, हैप्पी बर्थडे बेटी. स्वच्छ भारत मेरे प्यारे देशवासी. नरेंद्र मोदी की नरेंद्र मोदी उंडा, नरेंद्र मोदी पारी, നരേന്ദ്ര മോദി കിണ്ടി. ഇതൊന്നും കേസെടുക്കാൻ പറ്റില്ല. അപ്പൊ കിരീടം റിട്ടേൺസ്, ബട്ട് അപ്പൊ അതിലെ പഴയ ആക്ടേഴ്സിനെ ആയിരിക്കും. മെനി ഓഫ് ഇറ്റ്സ് ലിജൻഡ്സ് റിമെയിൻ ഓൺലി ഇൻ അവർ മെമ്മറി. കൊച്ചിനാണിപ്പ Lionel Messi marcó 2 goles. Sale. Mbappé, no, Haaland, y tú sigues demostrando que eres dale. Ayer Lionel Messi. Messi, Mbappé, Haaland scored. Sí, marcó 2 goles. Sale. Mbappé, no, Haaland, y tú sigues demostrando que eres dale. I'm back. Só para não se esquecer. E é a melhor resposta que pode dar às críticas. Sempre. 23 anos assim.
പേടിയോ? എന്തിനു പേടി? എന്തിനു പേടി? ഇത് ആരെ എന്തെല്ലോ ക്ലിപ്പ് കൊണ്ടിടുന്നിടാ. Cristiano Ronaldo's shoulders. Oh, genius! Absolute genius! നാളെ ചിലപ്പോ ഇതുണ്ടാവും കേട്ടോ, ലൈവ് ഉണ്ടാവും. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയെന്ന്, അപ്പൊ നാളെ ഉറപ്പില്ല. RP ചെയ്യാം. അപ്പൊ നാളത്തെ കാര്യം ഉറപ്പില്ല കേട്ടോ, നാളത്തെ ലൈവിന്റെ കാര്യം. அவங்க இருந்திருந்தா ஒரு ஆக்ஷன் பண்ணணும்னு ഇതെന്താന്ന് ഇത്? அவங்க இருந்திருந்தா ஒரு ஆக்ஷன் பண்ணணும்னு எனக்கு தோணுச்சு. எல்லாரும் போயிட்டாங்க. பர்மிஷன் பண்ணலாமா? இப்பவும் பண்ணலாம், ஒன்றும் தப்பு இல்லை. എന്ത് பண்ணலாமா? இப்பவும் பண்ணலாம், ஒன்றும் தப்பு இல்லை. നമുക്ക് RP റൈസ് സത്യോ? സൂപ്പർ പവറല്ലേ? സൂപ്പർ പവർ ലൈവ് തുടങ്ങിയോ? RP ആറാ അക്സെപ്റ്റ് എവരിത്തിങ്, കാരണം വേറെ നിർത്തിയില്ല. ഇതാരടാ നായി? കൊള്ളാട്ടോ, കൊള്ളാം. റിയൽ OG, റിവെഞ്ച് ഓഫ് ഗ്ലോറി, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത്. ഗൈസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യ്, ഏതാന്ന് പറയട്ടോ. റിയൽ OG ഉണ്ട്, റിവെഞ്ച് ഓഫ് ഗ്ലോറി ഉണ്ട്, റൈസ് ഓഫ് ജയൻസ്, റെയിൻ ഓഫ് ഗ്രേറ്റ്നസ്, റോഡ് ഓഫ് ഗ്രേറ്റ്നസ്, റൂൾ ഓഫ് ഗെയിം, റോർ ഓഫ് ഗ്ലോറി, റിയലം ഓഫ് ഗോഡ്സ്, റിതം ഓഫ് ഗ്രേറ്റ്നസ്, റൈഡേഴ്സ് ഓഫ് ഗ്ലോറി, റിട്ടേൺ ഓഫ് ജയൻസ്, റബൽസ്, റീച്ച് അവർ ഗോഡ്, റൈസ് ഓഫ് ലെജൻഡ്സ്. ഇത് കൊള്ളാം, റൈസ് ഓഫ് ലെജൻഡ്സും കൊള്ളാം, റിവെഞ്ച് ഓഫ് ഗ്ലോറിയും കൊള്ളാം. പിന്നെ റീപ്പേഴ്സ് ഓഫ് ഗ്ലോറി, റോയൽ ഓർഡർ ഗ്യാങ്, റൂളേഴ്സ് ഓഫ് ജനറേഷൻ, റൈസ് ഓഫ് ഗ്രേറ്റ്നസ്, റൈസ് ഓഫ് ഗാങ്സ്റ്റേഴ്സ്, റെവല്യൂഷൻ, റേജ് ഓഫ് ഗോഡ്സ്. അത് കൊള്ളാം കേട്ടോ, റേജ് ഓഫ് ഗോഡ്സും കൊള്ളാം. റൈൻസ് ഓഫ് ഗോഡ്സ്, റിയൽം ഓഫ് ഗ്ലാഡിയേഴ്സ്, റൈഡേഴ്സ് ഓഫ് ഡൂം. അതിന് ROG അല്ലേ, ഇതെന്താ D വരുന്നത്? റൈസ് ഓഫ് കിങ്സ്, ഇതും നടക്കൂല. റൈൻ ഓഫ് ഗോസ്റ്റസ് 2 എന്ന് പറയുമ്പം ഇത് റിവെഞ്ച് ഓഫ് ഗ്ലോറി അത് തന്നെയാണല്ലോ ഇത്. അത് മതി 2 അത് മതി. റിവെഞ്ച് ഓഫ് ഗ്ലോറി അത് മതി. സീന് നല്ല പോസ്റ്റർ ആക്കണം കേട്ടാ, നല്ലൊരു പോസ്റ്റർ വേണം. ഇതെന്താ AI മോഡലിലാണല്ലോ ഇത് ഇതാക്കുന്നത്. ഇവിടെ മോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ 3-4 ആളാക്കിയിട്ട് ഇവര്, എന്റെ മോനെ ഇത് കൊള്ളാട്ടോ. ROG റിവെഞ്ച് ഓഫ് ഗ്ലോറി സീന് ഓക്കെ. RP ആറാം. ബ്രോ ആ ഡയലോഗ് ഒന്ന് പറയോ? ടെററിൽ ഇത് കണ്ണൂർ കിങ് ആടാ. അത് നമുക്ക് സിറ്റുവേഷൻ വരുമ്പോൾ പറയാം, നമുക്ക് പറയാം. അതല്ല അതിൻ്റെ ഒരു ഇത്. ഇൻസ്റ്റാ ബ്രോഡ്കാസ്റ്റ് എല്ലാവർക്കും മെസ്സേജ് ഇടാൻ പറ്റുന്ന പോലെ ആക്കി, നെഗറ്റീവ് പറഞ്ഞ് ബ്ലോക്ക് ആക്കിയാൽ മതി. അത് നമുക്ക് അറിയില്ലടാനു, നമുക്കറിയില്ല അതെങ്ങനെയാന്ന് ചെയ്യരുതെന്ന്. ഞാനത് അങ്ങനെ ആക്കിയത്, പക്ഷെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് അറിയില്ല കേട്ടോ അതെന്താന്ന്. ഞാൻ നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് വാങ്ങാം. മറ്റേ പഴയ ഫണ്ട് മിസ് ചെയ്യുന്നു. എല്ലാം റെഡിയാവും ബ്രദർ, കുറച്ച് വെയിറ്റ് ചെയ്യും. നമ്മളിങ്ങനെ ഒരു ക്രൈസിസിലും കോൺട്രവേഴ്സിയിലും പെട്ടുപോയിക്കൊണ്ടല്ലേ. അപ്പൊ നമ്മൾ റെഡിയായി വരുന്നില്ലേ, റെഡിയായി വരുന്നില്ലേ. എനിക്ക് കുറച്ച് പരിപാടികളും കൂടിയുണ്ട്, അതെല്ലാം കഴിഞ്ഞ്
സെറ്റ് ആവും. കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, കുറേ സമയമൊന്നും എടുക്കൂല, എല്ലാം ഒന്ന് റെഡി ആവട്ടെ. മുനു വീഡിയോ ഇതിപ്പോ എങ്ങനെ ഞാൻ കാണാം? മുനു വീഡിയോ ആരെങ്കിലും ഒന്ന് ഡിസ്കോഡിൽ ഇടുവോ? മുനുവിന്റെ വീഡിയോ ഒന്ന് ഡിസ്കോഡിൽ ഇടുവോ? കാണട്ടെ. എനിക്ക് ഇൻസ്റ്റയിൽ തുറക്കാൻ പറ്റില്ല, ഞാൻ ലോഗൗട്ട് ചെയ്തിട്ടുള്ള അതാ. മുനു വീഡിയോ അല്ലെ പിന്നെ ഫോണ് കണക്ട് ചെയ്തിട്ട് ഇതാക്കണം. ഫോണ് കണക്ട് ചെയ്യണം. ഒരു മിനിറ്റ് വെയിറ്റ്, ഫോൺ കണക്ട് ചെയ്യാം. അല്ല അത് വിട്ടോടെ, നമ്മൾ എന്തിനാ ഈ വള്ളി പിടിക്കുന്നേ? നമ്മളിത് വിട്ടല്ലേ. വെയിറ്റ്, ഞാൻ കണ്ടതാണ്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. ഒന്നുകൂടി കാണണോ? എനിക്ക് ഞാൻ അതേ പറയണല്ലേ, അതല്ലേ വേണ്ടേ? പറ, കാണണോ? സ്കിപ്പ്, യെസ്, ഓക്കെ. ഓക്കെ ഇതെന്താ പുല്ലാന്ന്? ഇതല്ലേ വീഡിയോ? ഇതല്ലേ വീഡിയോ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ കണ്ടുപോയതാ. എന്നൊക്കെ കേൾക്കുന്നില്ല. ഓക്കെ, കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കെതിരെ ചൂടാണ് അറിയാലോ. ഹായ് ഗൈസ്, എൻ്റെ ഒരു മുനവർ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കെതിരെ ഒരു അലിഗേഷൻ കുറച്ച് ദിവസം മുമ്പ്, ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ 17-ാം തീയതി ഒരു റീലായിട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി ഒരു 11 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു എൻ്റെ അറിവും സമ്മതത്തോടു കൂടി ഒരു പെൺകുട്ടിക്ക് അബോർഷൻ 50,000 രൂപ കൊടുത്തു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നും എൻ്റെ അറിവിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായത്. അപ്പോൾ ഇത് തികച്ചും എന്താ പറയുക, തെറ്റിദ്ധരിപ്പിക്കലാണ്. ഞാൻ അതിനെതിരെ ഒരു ഡിഫോമേഷൻ കേസ് തന്നെ ഇവിടെ സൈബറിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നുകൊണ്ട് തന്നെ എൻ്റെ ഹക്കീമിനെതിരെയല്ലേ കേസ് വരാ? അല്ലെ ഹക്കീമിന്റെ പേരിലല്ലേ വരാ? അല്ലേ ഹക്കീമിന്റെ പേരിലല്ലേ വരാ? യുവർ ഒപ്പീനിയൻ, എന്ത് ഒപ്പീനിയൻ? ഞാനെന്താ ഇതിൽ ഒപ്പീനിയൻ പറയണ്ടേ? അടിപൊളി. ഫാമിലിക്ക്, എനിക്ക്, എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളിപ്പോൾ എന്നോട് തന്നെ പലരും ചോദിക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഇല്ലാത്തതാണെന്ന് എനിക്ക് എത്ര പേരോട് പറയാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ട് ഞാനിത് പറയുന്നത്. യാതൊരു തെളിവുകളും ഇല്ലാത്ത ഇത്തരം ഫേക്ക് അലിഗേഷൻസുമായിട്ട് ഇനി ആരെങ്കിലും വരികയാണെങ്കിലും എന്തെങ്കിലും വീഡിയോസ് വരികയാണെങ്കിലും തീർച്ചയായും ഞാൻ നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ഇതിൻ്റെ ഇപ്പോൾ നടക്കുന്ന കേസിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഹായ് ഗൈസ്, എൻ്റെ ഒരു മുനു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെ വിട്, എനിക്കൊന്നും പറയാനില്ല മുത്തേ. അല്ല കംപ്ലീറ്റ്ലി ഞാൻ വിട്ട കേസാണ്. മനസ്സിലാ, കംപ്ലീറ്റ്ലി ഞാൻ വിട്ട കേസാണ്. എനിക്കിനിപ്പോൾ ഇതിനെ കുറിച്ചൊന്നും പറയാനൊന്നും താല്പര്യമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാനങ്ങ് പോയിക്കോളാം. മുനു എൻ്റെ കാസറ്റ് പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല ബ്രദർ, ഞാനൊന്നും പറയുന്നില്ല. മനസ്സിലാ, ഇനി അവരെന്തായി കൊണ്ടുവരട്ടെ, ബാക്കി നമുക്കപ്പോൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ 60% മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 40 എടുക്കാൻ അവര് ഇതാകുന്ന സമയം വരട്ടെ, അപ്പൊ നമുക്ക് ബാക്കി പറയാം. അവര് വരട്ടെ, എണീച്ച് വരട്ടെ, അപ്പൊ നമുക്ക് ബാക്കി പറയാം. ഇനി ഇത് പിടിക്കുകയാണെങ്കിൽ, ഞാനിത് വിട്ട കേസാണ്. ഇനിയിപ്പോൾ അവർക്ക് ഇത് പിടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാം. ഓക്കെ, ഇനി ചാറ്റ് നോക്കൂല കേട്ടോ. മുനുവിനെല്ലാം എനിക്ക് അത്രക്ക് ഇതായിരുന്നടാ. പക്ഷെ എന്തോ ഒരു തീട്ട കേസും പറഞ്ഞിട്ട് ഓൻ്റെ അടുത്ത് പോയിട്ട് എന്നെ ഇതാക്കണ്ടായില്ലോ, കൂട്ടുന്നല്ല. അതോടുകൂടി പിന്നെ ഞാൻ വിട്ട. എനിക്ക് ഇപ്പം ഞാൻ പറയാത്തത് കുറച്ചെങ്കിലും എനിക്ക് ഇതിലുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും മിണ്ടാത്ത. അല്ലാണ്ട് എനിക്ക് ഇതിന് ഉത്തരം പറയാനോ
ഇതിനൊന്നും പറയാൻ എനിക്ക് അറിയാത്തോണ്ടോ ഇതല്ലാത്തോണ്ടോ അല്ല. വേണ്ട വേണ്ട, വിട്ടേക്ക്. You have reached. You have. കൊച്ചാപ്പി, ഹലോ കേക്കുന്നുണ്ടോ? ഹലോ കൊച്ചാപ്പി കേക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എവിടെ എവിടെ? ബീച്ച് ബീച്ച്. ബീച്ചിലോ? ഞാൻ ഇവിടെ മറ്റേ TDMന്റെ അടുത്തുണ്ട്. വണ്ടി ഉണ്ടോ? TDMന്റെ അടുത്ത് കേറുന്നിടത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ഔട്ട്ഡോർ നോയ്സ് ഉണ്ടല്ലോ, ഔട്ട്ഡോർ നോയ്സ് ഉണ്ടടാ. എന്ത് ചെയ്യാനാ, വേറെ വയ്യില്ല. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പറ്റില്ല. വണ്ടി വാങ്ങണം. വണ്ടി വാങ്ങാം. ആദ്യം തന്നെ പോയിട്ട് ഒരു വണ്ടി എടുക്കാം. ഒരു ലക്ഷറി കാർ തന്നെ ആയിക്കോട്ടെ. ആദ്യം പോയി ഒരു കാർ വാങ്ങാം. കാറില്ലാത്തന്ന് ഏറ്റവും വലിയ ഇടങ്ങാറ്. ആലിയ അഫ്രീദ്, ഐ എം എ ബിഗ് ഫാൻ. താങ്ക് യു ബ്രദർ. ഒളിവിലല്ലേ? അതെ. ഒളിവിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇങ്ങനെ ഒളിവിൽ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തിനാന്നറിയില്ല, എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ നിൽക്കുന്നത്. എന്താണ് എനിക്ക് എന്താ പറയാ, എന്തെങ്കിലും ചെയ്താലോ ഇതാക്കിയാലോ പോലീസ് മാത്രല്ല വേറെയും കുറെ പേടിയുണ്ട്. അതുകൊണ്ട് നിൽക്കുന്ന സ്റ്റോം ഫോഴ്സ റിയാക്ട് ചെയ്യാതെ ചെയ്താടോ മൊത്തം. ഇമ്പൗണ്ട് എടുത്താൽ മതിന്നോ? അയ്യോ, ഞാൻ നിങ്ങളെ നോക്കുന്നില്ല. ഞാൻ ഇതാക്കിയ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു വ്ളോഗ് വരും കേട്ടോ. ഒരു ഇതാണ്, ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ആദ്യം പറയുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ ആണെങ്കിൽ അതൊരു സംഭവമായിരിക്കും. ഗ്യാങ് എന്തായി? ഗ്യാങ് ആവും ബ്രദർ. നമ്മൾ ഓരോരാളെ സ്ക്രാച്ചിന്ന് ഓരോരാളായിട്ട് ഇതാ. ഇതാക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തോ അല്ലെങ്കിൽ എന്താ പറയാ ആക്കിയെടുത്ത ആളില്ല. മനസ്സിലായോ? നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് 1 by 1 ആയിട്ട് ഇപ്പൊ കൊച്ചാപ്പി ഉണ്ട്, എക്സി ഉണ്ട്, അതിങ്ങനെ ഓരോരാളായിട്ട് ഇങ്ങനെ വരട്ടെ. അപ്പൊ എല്ലാരും ആയി സെറ്റ് ആകുമ്പോൾ നമുക്ക് ഗ്യാങ് ആപ്ലിക്കേഷൻ ഇടാം. അതല്ല അതിൻ്റെ അതിൻ്റെ ഒരു അങ്ങനെയല്ല വേണ്ടത്. അല്ലാണ്ട് അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി. നമ്മളെ കൂടെ ഈ പറഞ്ഞ ഡൗൺ ടൈമിലും ഇതിലും ആരൊക്കെ വരുന്നു ആരൊക്കെ നിൽക്കുന്നു നമുക്ക് നോക്കാം. അങ്ങനെ നമുക്കൊരു ഗ്യാങ് ബിൽഡ് ചെയ്യാം. അതിലെല്ലാം ഒരു കോർ ഉണ്ടാവും, ഒരു സത്ത് എന്ന് പറയാനല്ലേ. ആ പഴയ സമയത്ത് തിരിച്ചു വേണം. പോവാ. ബാ രാജു ബ്രദർ, എന്തൊക്കെയാണ്? സൗണ്ട് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല.
സൗണ്ട് മനസ്സിലായില്ല. സുഖാണോ? സുഖം അങ്ങനെയൊക്കെ പോകുന്നു. എന്താണ് ഷമീര പരിപാടി? പരിപാടി ഒന്നുമില്ല, ഇങ്ങനെ ഒരു കാറ് വാങ്ങാൻ വേണ്ടി നിക്കാം. റിച്ച് ആയിട്ടില്ല, റിച്ച് ആകാൻ പോകുന്നേ ഉള്ളൂ. എന്താ എന്റെ പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? പരിപാടി നമ്മള് മോണിറ്ററിംഗിലാണ്. അപ്പം അതിന്റെ പരിപാടിയായിട്ടൊക്കെ നടക്കുന്നു. വേണ്ടിയുള്ള പരിപാടി സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. വണ്ടി പുറത്തിട്ട വണ്ടിയൊന്നും ഇല്ല. നിങ്ങളിപ്പോ എത്ര പേരാ? കേട്ടില്ല. എത്ര പേരുണ്ട് ഇപ്പൊ? 20. നിങ്ങളെന്താ ഗ്യാങ് ഇടാൻ പോണെന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു കമ്പിയൊക്കെ കേട്ടായിരുന്നു. ഗ്യാങ് വരുന്നുണ്ട് നമ്മള്. പക്ഷെ അല്ല, നമുക്ക് അങ്ങനെ അധികം ആരും ഇല്ല. നമ്മള് സ്ക്രാച്ച് ഓരോരാളായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. തുടങ്ങിയത്. അതെ, അപ്പൊ അങ്ങനെ വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അല്ലാണ്ട് നമുക്ക് മെയ്ഡപ്പ് ചെയ്ത ആൾക്കാരൊന്നും ഇല്ല. അപ്പം ഈ ഡൗൺ ടൈമിൽ ആരൊക്കെ നിൽക്കുന്ന അവരൊക്കെ വെച്ച് മെല്ലെ ആൾക്കാരായിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എല്ലാം നടക്കും. വേറെ എന്നോട് വേറെ വിരോധമൊന്നും ഇല്ലല്ലോ? ഞാൻ വിരോധം വെച്ചോണ്ടിരിക്കുന്ന എങ്കിൽ ഞാൻ എത്ര സംസാരിക്കില്ല. എന്റെ അപ്പോഴേ വേണ്ടി ഇറങ്ങിപ്പോയി. ഏടാ ഇവിടുത്തെ മുതുക്കിലേക്കല്ലേ? അപ്പൊ ഓക്കെ രാജുഭായ്, കാണാം. ഓക്കെ. ഹലോ, ആരാ ബ്രോ? ഹലോ, ആര്? ആരാ ബ്രോ? എവിടെ നിക്കുന്ന ബ്രോ? എവിടെ നിക്കുന്ന ബ്രോ? 80. ഒരു മിനിറ്റ് അവിടെ തന്നെ നിൽക്കേ. ഓക്കെ, നേരിട്ട് പോയി കാണാം. അതെന്താ എനിക്കൊന്ന് മെറ്റ എന്തോ കേട്ടാ, നമുക്ക് പോയി കണ്ടു നോക്കാം ഒന്ന്. 808 എന്ന് പറഞ്ഞു. അല്ല, ഇത് അപ്പൊ ആരെ ഫ്രണ്ടാന്ന് ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടില്ല. ഇവ എന്താ പറയുന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു മെറ്റ എന്താ. നമുക്ക് കേറി നോക്കാം, എന്താ നോക്കാം. ചിലപ്പോ എന്റെ ഏതെങ്കിലും ഒക്കെ ഓൾഡ് ചങ്ങായിമാരായിരിക്കും. ഇവിടെ വലിയ പരിചയമൊന്നുമില്ല, പുതിയതായിട്ടൊക്കെ വന്നായിരിക്കും. ആണോ? ടെമ്പറേച്ചർ നൗ സ്റ്റേബിൾ. അപ്പൊ അതിന് കുഴപ്പമുണ്ടാവില്ല. എന്താ ഡിക്കെല്ലാം തുറക്കുന്ന? ഇല്ല. നമുക്കൊരു കാർ എടുക്കാം കേട്ടോ, ഒരു നല്ലൊരു കാർ എടുക്കാം. ഈ ലൊട്ട കാറും. 8016 ആണോ ബ്രോ? ഓക്കെ. ഇങ്ങനെ പെട്ടെന്ന് പോസ്റ്റർ GPS അടിച്ചിട്ട് പോസ്റ്റർ നമ്പർ അടിച്ചു പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലൊക്കേഷൻ കിട്ടും. ലീഡർ വിളിച്ചോണ്ടുണ്ടായ ഒരു ടൈം ഉണ്ടായിരുന്നു. രാജുഭായിക്ക് ഇപ്പൊ സ്ട്രേഞ്ചേഴ്സ് ആയി. പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നേ ബ്രദർ. അതാണ് ബ്രോ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ നമ്മള് തളരരുത്, നമ്മള് ഇതാവരുത്. അതാ. ഹലോ ബ്രോ, പേരെന്താ? ടെക്കാസോ? എന്റെ പേര് ഷമീർ. എന്താ ബ്രോ എന്താ ചെയ്യുന്നേ? അല്ല, എങ്ങനെ റേഡിയോയിൽ എങ്ങനെ കയറി? എനിക്ക് കൊച്ചപ്പിനെ അറിയാം. എങ്ങനെ പരിചയം? എങ്ങനെ? ഇല്ല, നമ്മള് കമ്പനിക്കാരാ ഞാനും കൊച്ചപ്പി. ആണോ? സർപ്രൈസ് ആണോ? ഇവിടെ ഉണ്ടായിരുന്നില്ല ബ്രോ. ഈ
ലോകത്തുണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ കുറച്ച് പഴയ ഏതെങ്കിലും പഴയ ഒരു ഫ്രണ്ടാവും. നമ്മളിപ്പോ തിരിച്ചു വന്നതാണ്. ഓക്കെ ബ്രോ, ഇങ്ങനെയാണ്. ഒരു മിനിറ്റ്, കൊച്ചപ്പി ഒന്ന് ഇങ്ങോട്ട് വന്ന്. ഒരു മിനിറ്റ് ബ്രോ, ഒന്ന് പ്രൈവറ്റ് സംസാരിക്കട്ടെ. ഓ നിങ്ങൾ പ്രൈവസി ആണോ? അല്ല എന്താ ഇവൻ നല്ലതാണോ? എന്താ ഇത്? എനിക്കറിയത്തില്ല, എന്റെ ഫ്രണ്ടാന്നൊക്കെ പറയുന്നത്. ഇവൻ എന്നെ അറിയായിരിക്കും, പക്ഷെ എനിക്ക് പേര് പരിചയമില്ല. അല്ല ഗൺ പവർ ഉണ്ടോ? എനിക്കറിയാം. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് ചോദിച്ചു നോക്കാം. അറിയാതൊക്കെ പറയുന്നത്. ചോദിച്ചു നോക്കാം. എന്തായാലും വന്നല്ലേ വേറെ പവറൊക്കെ ഉണ്ടാവും എനിക്ക് ബ്രോ. പറഞ്ഞോ ബ്രോ.